ഹലോ അസ്സലാമലൈക്കും. നമുക്ക് ഇന്നൊരു ചപ്പാത്തി പരിപാടി കേട്ടോ. ചപ്പാത്തി ചുടുന്നതാണ്. നൈറ്റ് എന്തായാലും ചപ്പാത്തി പരിപാടിയാണ്. നൈറ്റ് ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒരു നേരം ചോറ് വെച്ച് അത് ഉച്ചക്ക് കഴിക്കും, രാത്രിയും കഴിക്കും, അങ്ങനെയൊക്കെ ഒരു പരിപാടിയാണ്. ഇപ്പോൾ പിന്നെ അത് പറ്റൂലല്ലോ, ഷുഗറും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നായിട്ട് ഒറ്റ ചോറുമുള്ള പരിപാടി ഇപ്പം നടക്കുന്നില്ലല്ലോ. ഒന്നുകിൽ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കുക, സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കുക. അങ്ങനെ ഒരു ശീലമല്ല ഇപ്പോൾ എല്ലാവർക്കും. അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കുന്നത് പൊതുവേ എല്ലാവരും അങ്ങനെയാണ്. അതായത് ഞാൻ ചപ്പാത്തിക്ക് ഒരു 1.5 ഗ്ലാസ് ചപ്പാത്തിക്ക് പൊടി എടുത്തിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ച് ഞാൻ തെളിച്ച വെള്ളം ഒഴിച്ചിട്ടാട്ടോ ഞാൻ ചപ്പാത്തിക്ക് ഒഴിക്കണത്. പിന്നെ അങ്ങോട്ട് തിളക്കാത്ത വെള്ളം പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടല്ല ഞാൻ ചപ്പാത്തി ചൂടുക. പച്ചവെള്ളത്തിൽ നമ്മൾ ഒരു ചെറിയ ചൂടിലൊക്കെ കുഴച്ചാൽ ചപ്പാത്തിക്ക് റഫായിരിക്കും. തിളച്ച വെള്ളത്തിൽ നമ്മൾ അടുപ്പത്തിട്ട് വാട്ടി കുഴച്ചുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചുണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്പത്തിരിയൊക്കെ ഉണ്ടാക്കണമാതിരി അങ്ങോട്ട് വെള്ളത്തേക്ക് പൊടിയിട്ട് പിന്നെ നമ്മൾ വാട്ടിയൊക്കെ നല്ല രീതി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ തിളച്ച വെള്ളം ഇങ്ങോട്ട് വാർന്നുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു അത്യാവശ്യം സോഫ്റ്റ്, ആ സോഫ്റ്റാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിന്നെ കുഴക്കണത്. നമ്മളിത് ആ വെള്ളം കൂട്ടിയൊക്കെ കുഴച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ചപ്പാത്തി പണി കുറേ ആയിട്ട് ഇവിടെ രാത്രി ചപ്പാത്തി പരിപാടി തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ചിലവരിപ്പോഴും ചോറൊക്കെ കഴിക്കണവരുണ്ട്. എല്ലാവരും രാത്രി ചോറൊക്കെ കഴിക്കണം. അന്നോട്ട് തന്നെ ഞാനിവിടെ ഏകദേശമൊക്കെ ചപ്പാത്തി അല്ലെങ്കിൽ രാഗിൻ്റെത് അല്ലെങ്കിൽ ചാമയുടേത് അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെ ശീലങ്ങൾ. ഇപ്പം പ്രത്യേകിച്ചും അങ്ങനെ തന്നെ, ആദ്യം അങ്ങനത്തെ ശീലം തന്നെയാണ്. അപ്പം നമ്മൾ നല്ലോണം കുഴച്ചതിനൊക്കെ ശേഷം ഞാൻ അതിൽ ഇത്തിരി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്നുകൂടി സോഫ്റ്റാക്കി കുഴക്കണം കേട്ടോ. അത് വെളിച്ചെണ്ണ ഒഴിച്ച് സോഫ്റ്റാക്കി കുഴച്ചാൽ അടിപൊളിയായിട്ട് നമ്മളെ ചപ്പാത്തി റെഡിയായി വരും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പ്രസ്സിലാണ് കേട്ടോ ചപ്പാത്തി റെഡിയാക്കണത്. പിന്നെ കൊയലല്ല. ചപ്പാത്തി പ്രസ്സിൽ റെഡിയാക്കിയാലും കൊയലിൽ റെഡിയാക്കണേക്കാളും പിന്നെ ചപ്പാത്തി കുഴപ്പമൊന്നുമില്ല. പ്രസ്സിൽ റെഡിയാക്കി വെച്ചിട്ട് പ്രസ്സിലെല്ലാം പരക്കുമ്പോൾ അത് മതിയല്ലോ. പിന്നെ ആ പൊടിമയൊന്നും ഉണ്ടാവില്ല, റഫും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രസ്സിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കൊയലിലും പരത്താറുണ്ട്. ചപ്പാത്തി കുഴച്ചൊക്കെ സെറ്റാക്കി ഞാൻ അതിന് ഉരുളെടുക്കണം കേട്ടോ. ഉരുള എത്ര ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. 9 or 10 ഉണ്ടാവും. അത്ര ഉണ്ടാവുക. 4 5 6 7 8 9. 9ാമത്തിന് ഇത്തിരി പൊടി കുറവാണ്. അപ്പം അതിന്നൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കി എടുത്തുകൊണ്ട് 9 ചപ്പാത്തിയാണുള്ളത്. അപ്പം ഇത്രയാണ് കേട്ടോ കിട്ടിയത്. ഇതൊക്കെ നമുക്ക് പരത്തിയെടുക്കണം. പരത്തിയെടുക്കൽ ഞാൻ പ്രസ്സിൽ പരത്തുകയെന്ന് പറഞ്ഞില്ലേ, പ്രസ്സിലാണ് പരത്തുന്നത്. പ്രസ്സിൽ പരത്തുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയതാണ്. ഇനി ക്യാമറ ഓൺ ആവാത്തത് കൊണ്ടാണാവോ. ഏതായാലും പ്രസ്സിൽ പരത്തുന്ന വീഡിയോ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ആ ചപ്പാത്തി ചൂടാണ്. പിന്നെ പരത്തി വെച്ച ചപ്പാത്തി നമ്മൾ ചുടണം. ചിലപ്പോൾ ഞാൻ പരത്തലും ചുടലും കൂടി ആക്കലുണ്ട്. ഇന്നിപ്പോൾ പരത്തി വെച്ചിട്ട് സെപ്പറേറ്റാണ് ചുടലായത്. ഏതായാലും നമുക്ക് പരത്തുന്ന വീഡിയോ കിട്ടിയിട്ടില്ല. ഞാൻ പരത്താൻ സെപ്പറേറ്റ് നിന്നതാണ്. പിന്നെ നമുക്ക് സൗകര്യമാണ് ചുട്ട് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ പരത്തി വെച്ച് ചുടൽ ലാസ്റ്റ് ചൂടായി വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ ഓരോരോ ചപ്പാത്തി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വൺ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും, അത്യാവശ്യം ചൂടാക്കും. പിന്നെ അത് മറിച്ചിട്ടിട്ട് അത്യാവശ്യം നല്ല പോലെ ആ ഭാഗം നല്ലോണം വേവും. 2ാം പ്രാവശ്യത്തെ ഫസ്റ്റ് മറിക്കലിന് ആ ഭാഗം നല്ലോണം വേവിക്കും. പിന്നെ 3ാമത് ജസ്റ്റ് ഒന്നും കൂടി മറിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മളെ ചപ്പാത്തി നല്ല പൊള്ളിച്ച് വന്നിട്ടുണ്ടാവും, നല്ല വേവായിട്ടും ഉണ്ടാവും. അങ്ങനെ പാകത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമ്മളെ ചപ്പാത്തി പരിപാടി വേഗം കഴിയൂട്ടാ. അങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ചുടൽ മിക്കവാറും. ഇന്ന് പ്രസ്സിൽ പരത്തിയതുകൊണ്ടാണ് കേട്ടോ ചപ്പാത്തി വലിയ വട്ടം വരാത്തതിൻ്റെ. പ്രസ് കുറച്ച് വട്ടം കുറഞ്ഞ പ്രസ്സാണ്. പിന്നെ എന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കൊയലിൽ പരത്തുമ്പോഴാണ് നല്ല വട്ടത്തിൽ എടുക്കട്ടോ. പ്രസ്സിൽ പരത്തിയതുകൊണ്ട് ഒരു മിനിമം വട്ടത്തിലേ ആയിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമേ നമ്മൾ വീട്ടിലേക്ക് പരത്തിയതല്ലേ. കൊയലിൽ പരത്തുമ്പോൾ നല്ല വട്ടത്തിൽ പരത്തും ചെയ്യും. അപ്പം നൈറ്റൊക്കെ ആകുമ്പോൾ എളുപ്പപ്പണിക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. എന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി ഓരോന്നോരോന്ന് ചുട്ട്
പാത്രത്തിലോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ ആ ചൂട് പാത്രത്തിൽ അങ്ങോട്ട് മൂടി വെച്ചാൽ ചപ്പാത്തിക്ക് ഒന്നും ആവില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമ്മൾ എപ്പോഴാണ് കഴിക്കണം അപ്പം വരെ ചൂടിൽ നിൽക്കും. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കൽ, എപ്പോഴാണ് ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ എന്ന് പറയണം. ഞാൻ ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം കേട്ടോ ചപ്പാത്തിക്ക് ഒരുങ്ങൽ. അതിന് മുമ്പ് ഒരുങ്ങുമ്പോൾ നമ്മൾ നിസ്കാരം ഒത്തൊന്നും നടക്കൂല വിചാരിച്ചിട്ട് ഞാൻ ആസ്വദിച്ച നിസ്കാരം ചുറ്റുപാടൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് വരിക. അങ്ങനെ ഇന്ന് രാത്രിക്കത്തെ ചപ്പാത്തിയാണ് ഇന്ന് ചുട്ടുണ്ടാക്കിയത്. അപ്പോൾ ഫുള്ളും ചുട്ട് കഴിഞ്ഞിങ്ങനെ ചപ്പാത്തി നമുക്ക് നല്ല മീൻ മുളകിട്ട കറിയും ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിക്ക് ചിക്കൻ മുളകിട്ടാലും നല്ല ടേസ്റ്റാണ്, മീൻ മുളകിട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ചപ്പാത്തി പണി ഇവിടെ കഴിഞ്ഞു തുടങ്ങി. നിങ്ങളൊക്കെ എന്താ നൈറ്റ് ഉണ്ടാക്കാമെന്നൊന്ന് വീഡിയോയിൽ കമൻറ്റ് ഇടണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇന്ന് ചപ്പാത്തിയാണ്, വേറെ എല്ലതും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇതൊരു വല്ലാത്തൊരു സോലാണ് നിസ്കാരം കഴിഞ്ഞ് ചപ്പാത്തി പണി. ഇത് വല്ലാത്തൊരു പണി തന്നെയാണ്. ചിലപ്പോൾ ഇതിന് മുമ്പൊക്കെ ചിലപ്പോൾ മിക്കവാറും നമ്മൾ കൊണ്ടല്ലൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഇപ്പം കൊണ്ടരൽ കുറവാണ്. പിന്നെ പൊടി കൊടുന്നത് കുറയുമ്പോഴാണ് നമ്മൾ കൊണ്ടരല്. അപ്പോൾ ഇപ്പം പൊടിയില്ലപ്പോൾ നമ്മളങ്ങനെ ചുടും. പിന്നെ ഒരു സമയം തന്നെ കിട്ടൂല കേട്ടോ. രാത്രി നമ്മൾ ചപ്പാത്തിക്കൊക്കെ നിൽക്കുമ്പോൾ തീരെ ടൈം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സെറ്റാക്കി അങ്ങോട്ട് മൂടി വെച്ചാൽ നമ്മൾ എപ്പോഴാണ് കഴിക്കണ വെച്ചാൽ അപ്പം എടുത്തിട്ട് തുറന്നിട്ടാണ് കഴിച്ചാൽ നല്ല ഫ്രഷ് ചൂടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചപ്പാത്തിയുടെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി